റസൂലിന് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം മധുരമുള്ള ഭക്ഷണങ്ങളായിരുന്നു. കേട്ടിട്ടുണ്ട്, പായസമൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. ഒരിക്കൽ ആയിഷ ബീവിയും റസൂലുള്ളയും മാത്രം വീട്ടിലാണ്. ആ സമയത്ത് ആയിഷ ബീവി റസൂലിന് വേണ്ടിയിട്ട് പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. റസൂൽ അത് കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ട്. അവർ രണ്ടാളും മാത്രമേ ഉള്ളൂ. മൂന്നാമതൊരാൾ അങ്ങോട്ട് വരരുത് എന്നവർ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങോട്ടൊരാൾ വന്നു, ഒരു സഹാബി പെൺകുട്ടി. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് വന്നു. റസൂലുള്ളാഹി വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞിട്ട് അവർ സ്വീകരിച്ചു. അവരുടെ കയ്യിലൊരു മണ്ണിന്റെ പാത്രം ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി ചോദിച്ചത് എന്താണ് മോളെ? അപ്പൊ അവര് പറഞ്ഞത് സൗദാ ബീവി തന്നതാണ്, സൗദാ ഉമ്മ തന്നതാണ്, പായസമാണ്. റസൂലിന്റെ മറ്റൊരു ഇണ സൗദാ ബീവി കൊടുത്തയച്ചതാണ് സന്തോഷത്തോടെ കുറച്ച് പായസം. റസൂലുള്ളാഹിക്ക് സന്തോഷം ഇരട്ടിക്കുകയാണ് ചെയ്തത്. കാരണം 2 തരം പായസം കിട്ടി. പക്ഷെ ഈ സംസാരമൊക്കെ കേട്ടിട്ട് ആയിഷ ബീവി അകത്ത് നിന്ന് പുറത്തേക്ക് വന്നിട്ട് ചോദിച്ചു, എന്താ മോളെ, എന്താ റസൂലെ, എന്താ പാത്രത്തില്? അപ്പൊ റസൂലുള്ള പറയുന്നത്, ഇത് സൗദ കൊടുത്തയച്ച പായസമാണ് ആയിഷ. ചെറിയൊരു വിഷമമുണ്ടായി. മാനുഷികമാണ്. സ്ത്രീ സഹജം എന്ന് പറഞ്ഞാൽ പോരാ, മാനുഷികമാണ്. എല്ലാ മനുഷ്യനും ഉണ്ടാകും അത്. സ്വാഭാവികമായും ഉണ്ടാകുന്നൊരു നീരസം ഉണ്ടായി. ഒന്ന് കാണട്ടെ എന്ന് ചോദിച്ചിട്ട് പിടിച്ചു വാങ്ങുന്നതിന്റെ ഊക്കില് ആ പാത്രം താഴെ വീണ് പൊട്ടിച്ചെതറിപ്പോയി. മണ്ണിന്റെ പാത്രമല്ലേ, പൊട്ടിച്ചെതറിപ്പോയി. പായസം ആകെ ചിന്തിപ്പോയി. പായസം ചിന്തിപ്പോയതല്ല വിഷയം. ആ പെൺകുട്ടിയുടെ മുന്നിൽ റസൂൽ എത്ര വിഷമിച്ചിട്ടുണ്ടാവും ആലോചിച്ച് നോക്കൂ അല്ലെ. റസൂലിന്റെ വീടിനെ കുറിച്ച് എന്തെല്ലാം കൺസെപ്റ്റ് ഉണ്ടാവും ആ കുട്ടിക്ക്. അതൊക്കെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതെയാവുമല്ലേ. റസൂൽ എന്ത് ചെയ്തു? അകത്തേക്ക് പോയി വേറൊരു പാത്രം എടുത്തു കൊണ്ടുവന്ന് ചിന്തിപ്പോയ പായസം കൈകൊണ്ടിങ്ങനെ ഈ പാത്രത്തിലേക്ക് തുടച്ചെടുക്കുന്നതിനിടയിൽ ഹബീബായ റസൂൽ ആ പെൺകുട്ടിയോട് പറഞ്ഞു, മോളൊന്നും വിചാരിക്കരുത് കേട്ടോ, ഉമ്മാക്കൊരു അബദ്ധം പറ്റിയതാണ്. ആയിഷ ബീവിയുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടാവും. ഇതാണ് സ്നേഹം. നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് എന്താണ്? സ്നേഹത്തിന്റെ കാഴ്ചകളാണ്. അതാണ് റസൂലുള്ള പറഞ്ഞത്, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞില്ലേ. എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് കഴിക്കണം എന്ന് പറഞ്ഞു. അതിലാണ് ബർക്കത്ത് എന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ റസൂലുള്ള ഒരു കാര്യം കൂടി നിർദ്ദേശിക്കുന്നുണ്ട്, വാപ്പയും ഉമ്മയും മക്കളും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വാപ്പ ഉമ്മയ്ക്കും ഉമ്മ വാപ്പയ്ക്കും ഭക്ഷണം ഇങ്ങനെ വാരിക്കൊടുക്കണം എന്ന് പറഞ്ഞു. റൂമിൽ പോയിട്ട് ചെയ്താൽ പോരാ, മക്കൾ കണ്ടു നിൽക്കുകയോ ചെയ്യണം.